ക്യാമ്പസുകളൊക്കെ ഓണത്തിരക്കിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്യാമ്പസ് ഓണത്തിന്റെ തിരക്ക് ഈ വിപണിയിലും വരുന്നുണ്ട്. നാളെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഓണാഘോഷമാണ്. പലയിടങ്ങളിലും അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇതിനകം തന്നെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കോളേജിലേക്ക് പോവുക, സ്കൂളിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. കഥകളി, മാവേലി, മയിൽപീലി പ്രിന്റ് ഷർട്ടുകൾ, അതുപോലെ പോപ്പിൻസ് കളറുള്ള ഷർട്ടുകൾ, അതൊക്കെയാണ് ഇത്തവണത്തെ ട്രെൻഡ് എന്ന് കേൾക്കുന്നു. ബാക്കി കാര്യങ്ങൾ കട്ടപ്പനയിൽ നിന്ന് രാഹുൽ സുരേഷ് പറയും. അത്തം വരുന്നതോടെ നാടെങ്ങും ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. നാളെയാണ് ക്യാമ്പസ് ഓണം. അപ്പോൾ വിദ്യാർത്ഥികൾ, കൗമാരക്കാരെല്ലാം കടകളിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒരേ പാറ്റേണിലുള്ള ഡ്രസ്സുകൾ, ഒരേ കളറിലുള്ള ഡ്രസ്സുകൾ, ഒരേ ഡിസൈനിലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ കൗമാരക്കാർ കടകളിലേക്ക് എത്തുന്നത്. നമ്മൾ കട്ടപ്പനയിലുള്ള 99 മെൻ സ്റ്റോർ എന്ന കടയിലാണുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതൊരു ഷോർട്ട് കുർത്തികളാണ്. ഇതേപോലത്തെ ഒരേ കളറിലുള്ള കുർത്തിയും അതോടൊപ്പം തന്നെ അതിന് ചേരുന്ന മുണ്ടുകളൊക്കെയാണ് പുറത്ത് ഒരു ഡിസൈനായിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് ഇത്തവണ വിപണിയിൽ കൗമാരക്കാരെ കാത്തിരിക്കുന്നതെന്നും നോക്കാം. ഒരു കാലത്ത് പൂക്കി ഷർട്ടുകളായിരുന്നു ട്രെൻഡെങ്കിൽ ഇത്തവണ പോപ്പിൻസ് കളേഴ്സ് ആണ് മറ്റൊരു ട്രെൻഡ്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പോപ്പിൻസ് മിഠായി ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ളത്, അതേപോലെ ആ മിഠായിലുള്ള എല്ലാ കളർ ഷർട്ടുകളുമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഇത്തവണത്തെ വിപണി കീഴടക്കി എന്നാണ് വ്യാപാരികളൊക്കെ പറയുന്നത്. അത് കൂടാതെ മറ്റൊരു ട്രെൻഡ് ഈ പ്രിന്റുകളാണ്. മാവേലിയുണ്ട്, അതോടൊപ്പം കഥകളിയുണ്ട്, അതുകൂടാതെ മയിൽപീലിയുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ പ്രിന്റുകൾ ഷർട്ടിൽ വന്നിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അത് ഷർട്ടിൽ മാത്രമല്ല കേട്ടോ, അത് ഈ കാണുന്ന പോലെയൊക്കെ കഥകളിനെയൊക്കെ ഷർട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അത് കൂടാതെ മുണ്ടിലുമുണ്ട്. ഇത്തവണ വിവിധ കളറുകളിലുള്ള മുണ്ടുകളിൽ ഇത്തരത്തിൽ കഥകളിയെയും മാവേലിയും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങാനാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ കടകളിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ മാർക്കറ്റിലെ പ്രത്യേകതകൾ എന്ന് നമുക്ക് ഈ കടയുടെ ഉടമയായിട്ടുള്ള ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു കച്ചവടമൊക്കെ? കുഴപ്പമില്ല, ഓണം കാര്യമായിട്ട് പോകുന്നു. നല്ല പിള്ളേരുടെ പർച്ചേസിങ്ങും അവരുടെ ട്രെൻഡിങ്ങുമായുള്ള ഐറ്റങ്ങളാണ് മൊത്തം. ഈ പോപ്പിൻസ് കളറിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഇതുപോലെ പ്രിന്റ് ഐറ്റംസ്, അതാണ് ഏറ്റവും കൂടുതൽ അടിപൊളി. പണ്ട് ഒരേ കളറിലുള്ള ഷർട്ട് ഒരു 30-40 ഒക്കെ വാങ്ങാനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെ ഒരേ മെറ്റീരിയൽ ടൈപ്പ് വാങ്ങാനായിരിക്കും അല്ലേ? ഉണ്ട്. പിള്ളേർസിന്റെ ഇതുപോലെ ഉണ്ട്. ഒരേപോലെ തന്നെ ഐറ്റങ്ങൾ അവർക്ക് വേണം. സ്കൂൾ പരിപാടിക്ക്, ഓണ പരിപാടിക്ക് എല്ലാം ഒരേപോലെ തന്നെ ഡ്രസ് കോഡുകൾ പോകുന്നുണ്ട്. ഡ്രസ് കോഡ് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെയുള്ള സാധനങ്ങളൊക്കെ? നമ്മളുടെ കയ്യിൽ ഷർട്ട് വന്നിട്ട് 399 രൂപ മുതലുണ്ട്. ജീൻസ് കുറഞ്ഞ റേഞ്ച് ഉണ്ട്. പിന്നെ ഡ്രസ് കോഡ് കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും. ഒരേ ഐറ്റം, ഒരേ ഷർട്ട് എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരെയൊക്കെ ഉണ്ടാവും? മാക്സിമം നമ്മൾ 100 എണ്ണം അങ്ങനെ മാക്സിമം ചെയ്തിട്ടുള്ളൂ. 100 വരെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചെയ്ത് കൊടുക്കാം. ഓർഡർ വരുന്നത് അത്രയൊക്കെ വരുന്നുള്ളൂ. എവിടുന്ന് നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നത്? നമുക്ക് ബാംഗ്ലൂർ, എറണാകുളം, അങ്ങനെ ഹരിയാന, അങ്ങനെയാണ് വരുന്നത്. കഥകളി പ്രിന്റുള്ള മുണ്ടും മാവേലി പ്രിന്റുള്ള ഷർട്ടും ഇട്ട് ഞാനും ഓണം മൂഡിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്കറ്റ് പൊളിയാണ്, അതിലേറെ കളർഫുള്ളാണ് ഈ ഷർട്ടുകളും വസ്ത്രങ്ങളും എല്ലാം. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഓണം പൊളിക്കുകയല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.